വെനസ്വേലയ്ക്ക് കൈത്താങ്ങായി ഇന്ത്യ. വെനസ്വേലയിലുണ്ടായ മാരകമായ ഭൂകമ്പം വൻ നാശനഷ്ടങ്ങൾ വിതച്ചതോടെ നിരവധി ആളുകൾ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ദുരിതബാധിത പ്രദേശങ്ങളിൽ വലിയ തോതിൽ ജീവഹാനിയും സ്വത്തുക്കളും നഷ്ടപ്പെട്ടു. ഈ ദുഷ്കരമായ സമയത്ത് വെനസ്വേലയെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യ. വിനാശകരമായ ഭൂകമ്പത്തെ തുടർന്ന് വെനസ്വേലയിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ സർക്കാരും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ സഹായിക്കാൻ തയ്യാറായിരിക്കാൻ ഇന്ത്യൻ സർക്കാർ ദേശീയ ദുരന്ത നിവാരണ സേനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെനസ്വേലയിലേക്ക് ഒരു പ്രത്യേക ദേശീയ ദുരന്ത നിവാരണ സേനാ സംഘത്തെ അയക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ആഗോള മാനുഷിക സഹകരണത്തിലും ദുരന്ത നിവാരണത്തിലും ഇന്ത്യയുടെ വളർന്നുവരുന്ന പങ്കായിട്ടാണ് ഈ സംരംഭത്തെ കാണുന്നത്. ദുരന്ത സമയങ്ങളിൽ അന്താരാഷ്ട്ര മാനുഷിക സഹായത്തിൽ ഇന്ത്യ എപ്പോഴും സജീവമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. മുൻപ് തുർക്കി, നേപ്പാൾ, മ്യാൻമാർ, ഇന്തോനേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ ഭൂകമ്പം, വെള്ളപ്പൊക്കം, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ രക്ഷാ സംഘങ്ങളും സ്പെഷ്യലിസ്റ്റ് സംഘങ്ങളും ഗണ്യമായ സംഭാവനകളും നൽകിയിട്ടുണ്ട്. ഉറവിടങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ രക്ഷപ്പെടുത്തുന്നതിനും ദുരിതബാധിത പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും നൂതന തിരച്ചിൽ, രക്ഷാ ഉപകരണങ്ങൾ, മെഡിക്കൽ സഹായ സാമഗ്രികൾ, വിദഗ്ധ ഉദ്യോഗസ്ഥർ എന്നിവയുമായി NDRF സംഘങ്ങളെ അയച്ചേക്കാം. വെനസ്വേലയിലെ ദുരന്തത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. വെനസ്വേലയിലുണ്ടായ ഭീകരമായ ഭൂകമ്പം മൂലമുണ്ടായ നാശനഷ്ടങ്ങളിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ജനങ്ങളുടെ പേരിൽ വെനസ്വേല സർക്കാരിനും ജനങ്ങൾക്കും പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കും എന്റെ അഗാധമായ അനുശോചനം അറിയിക്കുന്നു എന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എഴുതി. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദുഷ്കരമായ സമയത്ത് ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും ഒപ്പം നിൽക്കുന്നു. സാധ്യമായ എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്നും പ്രധാനമന്ത്രി മോദി കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യൻ സമയം പുലർച്ചെ 3:30 വെനസ്വേലയിൽ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ 7.1, 7.5 തീവ്രത രേഖപ്പെടുത്തിയ 2 ശക്തമായ ഭൂകമ്പങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതേ തുടർന്ന് കരീബിയൻ ഭാഗങ്ങളിൽ സുനാമി മുന്നറിയിപ്പുകൾ നൽകുകയും തലസ്ഥാനമായ കാരക്കാസിൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. US ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് ആദ്യത്തെ ഭൂചലനം കാരക്കാസിന് 168 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയുള്ള തീരദേശ നഗരമായ മൊറോണിന് സമീപം ഭൂമിക്കടിയിൽ വെറും 13 കിലോമീറ്റർ മാത്രം ആഴത്തിലാണ് ഉണ്ടായത്. 1 മിനിറ്റിൽ താഴെ സമയത്തിനുള്ളിൽ ഇതിലും ശക്തമായ രണ്ടാമത്തെ ഭൂകമ്പവും ഉണ്ടായി. ഇത് ലോകത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപൂർവമായ ഭൂകമ്പ ശ്രേണികളിൽ ഒന്നായി മാറി. ഇതിനെ ഭൂകമ്പ ഡബ്ലറ്റ് എന്നാണ് വിളിക്കുന്നത്. ഏതാണ്ട് ഒരേ തീവ്രതയിലുള്ള 2 വലിയ ഭൂകമ്പങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരേ ഭ്രംശരേഖയിലോ അല്ലെങ്കിൽ പരസ്പരം അടുത്ത് കിടക്കുന്ന 2 ഭ്രംശരേഖകളിലോ സംഭവിക്കുമ്പോഴാണ് അതിനെ ഭൂകമ്പ ഡബ്ലറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു വലിയ ഭൂകമ്പത്തിന് പിന്നാലെ തീവ്രത കുറഞ്ഞ തുടർ ചലനങ്ങൾ ഉണ്ടാകുന്ന സാധാരണ ഭൂകമ്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഡബ്ലറ്റിൽ 2 ചലനങ്ങളും ഒന്നിനൊന്ന് ശക്തമായിരിക്കും. വെനസ്വേലയിൽ ഇപ്പോൾ സംഭവിച്ച ഭൂകമ്പത്തിന്റെ കാര്യത്തിൽ 7.1, 7.5 തീവ്രതയുള്ള ഈ 2 ഭൂചലനങ്ങളും വെറും 39 സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് സംഭവിച്ചത്. ഒരു ഡബ്ലറ്റ് ഭൂകമ്പത്തിന് ശേഷം ഒന്നിലധികം ഭ്രംശരേഖകളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനാൽ ആ പ്രദേശത്ത് ശക്തമായ തുടർ ചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. 7.5 തീവ്രതയുള്ള വെനസ്വേല ഭൂകമ്പത്തിന് പിന്നാലെ ഭൂചലനങ്ങൾക്ക് ഉയർന്ന സാധ്യതയുണ്ടെന്നും US ജിയോളജിക്കൽ സർവേ പ്രവചിക്കുന്നു. ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ 4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള 26 തുടർചലനങ്ങൾ ഉണ്ടാകുമെന്ന് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഒരെണ്ണമെങ്കിലും 5 അതിലധികമോ തീവ്രത കൈവരിക്കാൻ 89% സാധ്യതയുണ്ടെന്നും കണക്കാക്കുന്നു. വരും ആഴ്ചകളിൽ മാസങ്ങളിലും ഈ ചലനങ്ങൾ ക്രമേണ കുറയുമെന്ന് പ്രവചിക്കപ്പെടുന്നുണ്ട്. ആദ്യത്തെ ഭൂകമ്പത്തിൽ ബലക്ഷയം സംഭവിച്ച കെട്ടിടങ്ങൾക്ക് തുടർചലനങ്ങളിൽ കൂടുതൽ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ എഞ്ചിനീയർമാർ കെട്ടിടങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കും. തെക്കേ അമേരിക്കയിലെ ഏറ്റവും സജീവമായ ടെക്ടോണിക് പ്ലേറ്റുകളുടെ അതിർത്തിയിലാണ് വെനസ്വേല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കരീബിയൻ പ്ലേറ്റ് സൗത്ത് അമേരിക്കൻ പ്ലേറ്റിന് മുകളിലൂടെ കിഴക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ ഭ്രംശരേഖയ്ക്ക് പകരം വടക്കൻ വെനസ്വേലയിലൂടെ നിരവധി വലിയ സ്ലിപ്പ് ഭ്രംശരേഖാ വ്യൂഹങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇവയാണ് പ്ലേറ്റുകളുടെ ഈ ചലനത്തെ ഉൾക്കൊള്ളുന്നത്. ഈ ഭ്രംശരേഖകൾ വെറും ഒറ്റപ്പെട്ട വിള്ളലുകളല്ല, മറിച്ച് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. സൗത്ത് അമേരിക്കയുമായി താരതമ്യം ചെയ്യുമ്പോൾ കരീബിയൻ പ്ലേറ്റ് പ്രതിവർഷം ഏകദേശം 2 സെന്റിമീറ്റർ വീതം നീങ്ങുന്നതിനാൽ ഈ ഭ്രംശരേഖകളിൽ നിരന്തരമായി സമ്മർദ്ദം അടിഞ്ഞുകൂടുന്നു. ഇങ്ങനെ സംഭരിക്കപ്പെടുന്ന ഊർജം പെട്ടെന്ന് പുറന്തള്ളപ്പെടുമ്പോഴാണ് ശക്തമായ ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.